Hello dear students, in this video I will give you a praise of the poem Still I Rise written by Maya Angelou. So this is the 6th chapter from the second module talking about the poet Maya Angelou. She was an American memoirist, popular poet, civil rights activist, singer, essayist, playwright, dancer, actress, composer, and she is the first Hollywood's female black director. She has so many qualities, and she was awarded Presidential Medal of Freedom, which is the highest civilian honor in United States. This award was given to her for her civil rights activism, as she had worked with Dr. Martin Luther King and Malcolm X. Her notable works include I Know Why the Caged Bird Sings, Mom and Me and Mom, and one of the notable poetry collection, Phenomenal Woman, 4 poems celebrating women. The poem Still I Rise. It is considered one of the most inspiring, empowering poems. See, this poem is very inspiring. It celebrates self-love, confidence, self-confidence. And this poem is based on the experiences of the poet as a black woman in America. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഈ ഒരു കവിതയിൽ സ്റ്റിൽ ഐ റൈസ് എന്ന വാക്കുകൾ ഇങ്ങനെ ഒരു മന്ത്രം പോലെ പറയുന്നുണ്ട്. യു ക്യാൻ സീ ദ റിഫ്രെയിൻ യൂസ്ഡ് ത്രൂ ഔട്ട് ദ പോം. സ്റ്റിൽ ഐ റൈസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വരികൾ, ഈ വേർഡ്സ് എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ടു സേ, ടു എക്സ്പ്രസ് ദാറ്റ് എത്ര വെറുപ്പ് ഈ വൈറ്റ് പീപ്പിൾ, ഈ ബ്ലാക്ക് പീപ്പിളിനെ എത്ര വെറുത്താലും, എത്ര അവരെ കഷ്ടപ്പെടുത്തിയാലും, ഷീ വിൽ ഓൾവേസ് റൈസ്, അവർ ഉയരുക തന്നെ ചെയ്യും. ഷീ വിൽ നെവർ ബി ഡിഫീറ്റഡ്, ഷീ വിൽ നെവർ ബി ഒപ്രസ്ഡ് എനി ലോങ്കർ. അവർക്കെതിരെ അവർ റൈസ് ചെയ്യുക തന്നെ ചെയ്യും. സോ ഷീ യൂസസ് ദിസ് സ്റ്റിൽ ഐ റൈസ് ആസ് എ ചാൻറ്റ്. ഏതൊരു നിരപരാധിയും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽ പെട്ട ആളോ അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷ് കോളനീസ് ഭരിച്ച രാജ്യങ്ങൾ, അതായത് ഇന്ത്യ, ആഫ്രിക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഒപ്രഷൻ അല്ലെങ്കിൽ അബ്യൂസ് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഏതൊരു വ്യക്തിയും എന്നാണ് ഈ ഒരു പോമിൻ്റെ അണ്ടർലൈൻ തീം അവർക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. എന്താണ് തീം? ഡോണ്ട് ഗിവ് ഇൻ ടു ടോർച്ചർ, ഇൻജസ്റ്റിസ്, ബുള്ളിയിങ്, ഹ്യൂമിലിയേഷൻ. ഒരിക്കലും ടോർച്ചറിനോ ഈ അനീതിക്കോ അപമാനത്തിനോ വഴങ്ങരുത്. ആൻഡ് ദിസ് പോം ഓൾസോ എൻകറേജസ് readers to love themselves. It is propagating self-love. The speaker of the poem is the poet herself, and she is representing the oppressed class. അടിച്ചമർത്തപ്പെട്ട വർഗത്തിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ പോം ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? യു എന്ന് പറയുന്നത് ആരെയാണ് റിഫർ ചെയ്യുന്നത്? ഇറ്റ് റിഫേഴ്സ് ടു ദ ഒപ്രസേഴ്സ്, റേസിസ്റ്റ് പീപ്പിൾ. ഈ ഒരു ബ്ലാക്ക് പീപ്പിളിനെ അടിച്ചമർത്തുന്ന ആൾക്കാരാണ് യു എന്ന് ഇവിടെ പോമിൽ റിഫർ ചെയ്യുന്നത്. ദ പോം ബിഗിൻസ് വിത്ത് ദ റിഫറൻസ് ടു ദ ഹിസ്റ്ററി. ആസ് യു ഓൾ നോ ദാറ്റ് ഹിസ്റ്ററി ആരുടെ കയ്യിലാണ്? പവർഫുൾ. ദി പവർഫുൾ ആരാണ് ഇവിടെ? ദ പവർഫുൾ വൈറ്റ് പീപ്പിളാണ്. ദി ഒപ്രസേഴ്സാണ്. അവർ എപ്പോഴും എന്താണ്? ഹിസ്റ്ററി അവരെ കയ്യിലായതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വല്ല കഴുപ്പേരിയ നുണകൾ കൊണ്ട് മറ്റുള്ളവരെ, ഈ ഒരു ഡൗൺ ട്രോഡൻ പീപ്പിളിനെ താഴ്ത്തി കെട്ടിയിട്ടേ കാണിക്കും, അല്ലേ? ദേ ഓൾവേസ് റൈറ്റ്സ് ദ വിമൻ ഓർ ദ ബ്ലാക്ക് പീപ്പിൾ ഡൗൺ വിത്ത് ദ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്. ഈവൻ അവർ ഈ ഒരു ബ്ലാക്ക് പീപ്പിളിനെ അല്ലെങ്കിൽ പോയറ്റിനെ മണ്ണിനടിയിൽ ഈ ചെളിയിൽ ചവിട്ടി താഴ്ത്തിയാൽ പോലും ഷീ വിൽ റൈസ്, ദ പോയറ്റ് വിൽ റൈസ് ഫ്രം ഇറ്റ് ലൈക്ക് എ ഡസ്റ്റ്. പൊടി പോലെ, മൺപടലം പോലെ അവർ ഉയരുക തന്നെ ചെയ്യും. അവരെ എത്രത്തോളം ഭൂമിയിലേക്ക് അടിച്ചു താഴ്ത്തിയാലും
പൊടിനെ നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. പൊടി പാറുന്നത് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ദ പോയറ്റിൻ്റെ റേസ് ഈ വൈറ്റ് പീപ്പിളിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. In the next stanza, the poet questions her oppressors. Does her sassiness upsets you? You means the white people, the oppressors. Here the sassiness, the word meaning lively, bold, Atmavishwasam. It suggests self-confidence of the narrator. Actually, her self-confidence upsets her oppressors. തൻ്റെ ആത്മവിശ്വാസം അവരുടെ വൈറ്റ് പീപ്പിളിനെ അപ്സെറ്റ് ചെയ്യാണ് അല്ലേ. അവരെന്താണ് എപ്പോഴും ഈ അടിച്ചു താഴ്ത്തുമ്പോൾ അവർക്കൊരിക്കലും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു ദുരുദ്ദേശമാണ്. Then the poet asks the white people whether they are miserable, whether they are gloom when she walks with confidence as if she is rich as an oil baron. ഇവിടെ പോയറ്റിൻ്റെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. തൻ്റെ കോൺഫിഡൻസ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? ആസ് ഇഫ് ഷീ ഈസ് ഹാവിങ് ഓയിൽ വെൽസ് പമ്പിങ് ഇൻ ഹെർ ലിവിങ് റൂം. തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ലിവിങ് റൂമിൽ ഒരുപാട് ഓയിൽ വെൽസ് ഉള്ള പോലത്തെ ഒരു കോൺഫിഡൻസ് ആണ് തനിക്കുള്ളത്. ഈ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ പൊതുവേ ഈ വൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ ഒപ്രസേഴ്സിന് എന്തായിരിക്കും? വിഷമമായിരിക്കും, അസഹനീയമായ വിഷമമായിരിക്കും. ഈ ഓയിൽ വെൽസ് എന്ന് പറയുന്നത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? വെൽത്താണ്. ആക്ച്വലി ദ പോയിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് പീപ്പിൾ ദേ ആർ നോട്ട് റിച്ച്, ബട്ട് ദേ ആർ റിച്ച് വിത്ത് ദെയർ സെൽഫ് കോൺഫിഡൻസ്. ദ നെക്സ്റ്റ് സ്റ്റാൻസ, the poet compare herself to the moon and the sun. These two are the universal facts that can never be changed, and these two causes tides on earth. Tides means വേലിയേറ്റം. ഈ സണ്ണും മൂണും ബന്ധപ്പെട്ടിട്ടാണ് ഈ വേലിയേർക്കൊക്കെ ഉണ്ടാവുന്നത് അല്ലേ ഭൂമിയിൽ. അതുപോലെ തന്നെ ഇവിടെ പോയറ്റിൻ്റെ പ്രൈഡിനെ എക്സാജറേറ്റ് ചെയ്യാണ്. പ്രൈഡ് മീൻസ് അഹങ്കാരത്തെ പെരുപ്പിച്ച് പറയാണ്. ആസ് everyone has high hopes, she keep rising. അല്ലേ, എല്ലാവരുടെ മനസ്സിൽ ഈ ഹോപ്സ് എപ്പോഴും എന്താണ്? നമ്മളെ പ്രതീക്ഷകൾ എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും തളരൂല. ചില പ്രതിസന്ധികളിൽ തളർന്നാലും വീണ്ടും നമ്മളെ ഹോപ്സാണ് നമ്മളെ ജീവിതത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആസ് ദിസ് ഹൈ ഹോപ്സ് റൈസിങ്, ഷീ കീപ്സ് റൈസിങ്, ദ പോയറ്റ് കീപ്സ് റൈസിങ്. ആൻഡ് ലൈക്ക് ദീസ് സർട്ടൻ ഫാക്ട്സ്, ഈ സൺ, മൂൺ, ടൈഡ്, ഈ ഇങ്ങനെയുള്ള ഫാക്ട്സ് നമുക്കൊരിക്കലും എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൺട്രോളല്ല. ഈ നാച്ചുറൽ ഫാക്ട്സ് ഇറ്റ് ഹാപ്പൻസ് നാച്ചുറലി. ഇൻ ദ സെയിം വേ ദ റൈസിങ് ഓഫ് ദ പോയറ്റിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് നെവർ ബി കൺട്രോൾഡ് ബൈ ദിസ് oppressors. Then the poet asks these oppressors whether they wanted to see her as a broken, weakened, submissive person. പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ മുന്നിൽ നമ്മളെന്താണ് എല്ലാം തകർന്നു പോയി, തല കുനിച്ച് കണ്ണുകൾ താഴ്ത്തിയിട്ട് നിങ്ങളെ മുന്നിൽ പേടിച്ച് വിറച്ച് നിൽക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഷോൾഡേഴ്സ് ഫാളിങ് ഡൗൺ ലൈക്ക് ടിയർ ഡ്രോപ്സ്. ഈ ഫാളൻ ഷോൾഡേഴ്സിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? നിങ്ങളൊരു യജമാനനും അടിമയും, യജമാൻ്റെ മുന്നിൽ ഒരു അടിമ എങ്ങനെ നിൽക്കുന്നു ആ ഒരു ഇമേജ് ഓർത്താൽ മതി. അപ്പോൾ ഈ ഫാളൻ ഷോൾഡേഴ്സിന് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? ടിയർ ഡ്രോപ്പ്, കണ്ണീർ തുള്ളുമായിട്ടാണ് കമ്പയർ ചെയ്തത്. സോ അവരുടെ ഫുൾ ഓഫ് ഇമോഷൻസ്, സോൾഫുൾ ക്രൈസ് എന്നാൽ അത്രയും വിഷമകരമായ ഘട്ടത്തിൽ എന്താണ് അവർ ഫുള്ളി വീക്കായിപ്പോയി. അവർക്ക് വേറെ ഒരിക്കലും അവർക്ക് പ്രതികരിക്കാതെ അവരെ മുന്നിൽ ഫുള്ള് താഴ്ത്തി നിന്ന് അവരെ പേടിച്ച് നിൽക്കാനാണോ അവർ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലാണ് പോയറ്റ് ചോദിക്കുന്നത്. ദേ വിൽ നോട്ട്, ഒരിക്കലും അവരുടെ മുന്നിൽ ഇവർ തളരൂല എന്ന രീതിയിലാണ് ഇവിടെ. ഇറ്റ്സ് എ റെട്ടോറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദേ വിൽ നെവർ ഡു ഇറ്റ്. അവരുടെ വിഷമഘട്ടത്തിൽ പോലും ഒരിക്കലും അവരുടെ വീക്ക്നെസ്സിന് വിട്ടുകൊടുക്കൂല. ദേ വിൽ റൈസ്. In the next stanza, she again talks about her pride, her self-confidence. She asks her oppressors, does her haughtiness offend you? Haughtiness means her pride, അഹങ്കാരം അവരെ വ്രണപ്പെടുത്തുന്നുണ്ടോ? Don't feel very hard.
when she laughs with such a rich pride, like her backyard has gold mines in it. തൻ്റെ ചിരി എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസ് ഉള്ളതാണ്. എങ്ങനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്? കഴിഞ്ഞ സ്റ്റാൻസയിൽ ഓയിൽ ബാരനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അവരുടെ ബാക്ക്യാർഡിൽ, അവരുടെ വളപ്പിൽ ഗോൾഡ് മൈൻസ് ഉള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ആൾ ചിരിക്കുന്ന അതേ കോൺഫിഡൻസ് കാണുമ്പോൾ ഡോണ്ട് ഫീൽ ഹാർഡ്, നിങ്ങൾ എന്താണ് അത് മനസ്സിൽ ഭയങ്കര വിഷമത്തോടെ എടുക്കല്ലേ. ആൻഡ് ഇവിടെ എന്താണ് ഈ ഗോൾഡ് മൈൻസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കോൺഫിഡൻസ് ആണ്. ഗോൾഡ് മൈൻസിന് അത്രയും വിലപ്പെട്ടതാണ് അവരുടെ കോൺഫിഡൻസ് എന്നാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. The next stanza, the poet says that these oppressors may shoot her with their words. അവരുടെ വാക്കുകൾ കൊണ്ട് അവർ ബുള്ളറ്റ് പോലെ ഷൂട്ട് ചെയ്യാം. You know that this famous saying, words are mightier than the sword. കത്തിനേക്കാളും ശക്തിയുള്ളതാണ് വേർഡ്സ്. അതുപോലെ തന്നെ they may cut her with their eyes, with their sharp glare. അവരുടെ എന്താണ് നോട്ടം കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാം. ബ്ലാക്ക് പീപ്പിൾ നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും അവരെ വല്ലാതെ വേദനിപ്പിക്കാം. ദേ മേ കിൽ വിത്ത് ദെയർ ഹേറ്റ്രഡ്. അവരെ എന്താണ് ഈ ഒരു വെറുപ്പ് കൊണ്ട് അവരെ കൊല്ലാം. പക്ഷേ ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഷീ വിൽ റൈസ്. എയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പവർഫുൾ. നോ വൺ കൺ കൺട്രോൾ ദിസ് എയർ. Even though they kill her with their hatred, she will rise like an air. Air എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ, no one can control. In the same way, she can rise above all this hatred. In the next stanza, the poet actually takes pride in her feminine body. She celebrates her womanliness. And this actually upsets her oppressors, her enemies. When she dances like she had got diamonds at the meeting of her thighs, this dance comes to the oppressors as a surprise. They didn't expect her dance like this. Here, this image of diamond actually used to describe her womanliness. In the last stanza, the poet says that she will raise out of huts of history's shame. ചരിത്രത്തിൻ്റെ ഒരു നാണം കെട്ട അവസ്ഥയാണ് അല്ലേ? ബ്ലാക്ക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ അടിമകളാണ്. അടിമകളായി അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന ഒരു ജനതയാണ്. സോ അവരുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഒരു പരിതാപകരമായ ഒരവസ്ഥയാണ്. അതിൽ നിന്ന് അവർ ഉയരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ പെയിൻ. വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ദിസ് ഹട്ട്സ് ഓഫ് ഹിസ്റ്ററി ഷെയിം എന്താണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്? ദ പെയിൻ ഓഫ് സ്ലേവറി, അടിമത്വത്തിൻ്റെ വേദന അനുഭവിച്ച ബ്ലാക്ക് പീപ്പിൾ, അവരെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷീ സേസ് ഷീ വിൽ റേസ് ഓവർ ദ പാസ്റ്റ്. എന്താണ് അവരുടെ പാസ്റ്റ്? ദാറ്റ് ഈസ് റൂട്ടഡ് ഇൻ പെയിൻ. വിഷമത്തിൽ മാത്രമേ അവരുടെ പാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവിടെ എവിടെയും സന്തോഷമുണ്ടായിരുന്നില്ല. The poet says that she is the black ocean. What is the black ocean represent? It represents her consciousness. അവരുടെ ബോധത്തെയാണ് അവിടെ റിപ്രസെൻ്റ് ചെയ്യുന്നത്. And she says that her power lies in her color blackness. അവരുടെ പവറാണ് അവരുടെ കളർ. ഈ കളറിൻ്റെ പേരിൽ ഒരുപാട് അവർ അബ്യൂസും ഒരുപാട് നാണക്കേടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ദ പവർ ലൈസ് ഇൻ ഹർ കളർ ബ്ലാക്ക്നെസ്. ആൻഡ് ഈ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്നതും ഭയാനകവുമാണ് അല്ലേ? സോ ദിസ് ഷീ സേസ് ദാറ്റ് ദ പാസ്റ്റ് ഈസ് referred to as nights of terror and fear, and from this she had to rise. അവരുടെ ഉയർച്ച എന്ന് പറയുന്നത് അനിവാര്യമാണ്. It is inevitable her to rise from all this painful past. From that nights of terror she will rise into the beautiful day which has a crystal clear life, and this life will be very peaceful. ഒരു പെയിൻഫുൾ രാത്രിയിൽ നിന്ന് നല്ലൊരു രാവിലേക്ക് അവർ ഉയരുക തന്നെ ചെയ്യും. ഈ ഒരു രാവ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് വെരി ക്രിസ്റ്റൽ ക്ലിയർ, ഇറ്റ് ഈസ് വെരി പീസ്ഫുൾ. ആൻഡ്
ഇൻ ദിസ് ഡേ, ഇങ്ങനെ ഒരു രാവ് ഉണ്ടാകുമ്പോൾ അവരെന്താണ് അവരെ കൂടെ കൊണ്ടുവരിക? ഷി ബ്രിങ്സ് ഹർ ആൻസിസ്ട്രൽ ഗിഫ്റ്റ്സ്. ഹു ആർ ദീസ് ആൻസിസ്റ്റേഴ്സ്? ദേ ആർ ദ വിക്ടിംസ് ഓഫ് ദി സ്ലേവറി. എന്താണ് അവർ കൊടുത്ത ഗിഫ്റ്റ്സ്? ഹോപ്സ്, സ്ട്രെങ്ത്, ഡിറ്റർമിനേഷൻ. They had faced a lot of pain, but they did not give up their hope. The poet says she is the dream and hope of the slave, and ends this poem repeating the words I rise 3 times in order to affirm all her intentions. അവരുടെ ഉദ്ദേശങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരിക്കാനാണ് ഈ ഐ റൈസ് എന്നുള്ള വാക്ക് 3 times റിപ്പീറ്റ് ചെയ്യുന്നത്. And she does not want this pain of the past to stop her from becoming of what she had dreamt. ഈ പഴയ കാലത്തെ വിഷമങ്ങളൊന്നും ഇന്നത്തെ അവർ കാണുന്ന സ്വപ്നത്തെ ഒരു തടസ്സമായി നിൽക്കാൻ അവരൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ആൻഡ് ദിസ് പോം ends in an optimistic note. Before I end this video, I request you all to listen to the Maya Angelou's recitation of the poem Still I Rise and say how do you feel. I hope that you all understood my explanation of this poem. If you have any doubts, you do ask. Thank you.